അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഉമ്മ എന്ന മൂന്നക്ഷരം കുറിക്കുന്നത് സഹനം എന്ന മൂന്നക്ഷരത്തെയാണ്. ഉമ്മക്കൊരു ഉമ്മയായി കൊടുത്താലും, അതായത് ഉമ്മാക്ക് പകരം വേറെ ഉമ്മയെ കൊടുത്താലും, ജീവിതം മുഴുവനും സേവിച്ചാലും ആ മാതൃഹൃദയം തന്ന സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു, നമ്മുടെ പിതാവ് വേറൊരു വിവാഹം കഴിച്ചു, അങ്ങനെ നമുക്ക് വേറൊരു ഉമ്മയെ കിട്ടി. ആ ഉമ്മ നമ്മൾ നല്ല പോലെ നോക്കി, ഒരുപാട് സ്നേഹിച്ചു, വേണ്ടതെല്ലാം ഉണ്ടാക്കി തന്നു. എന്നാലും നമ്മുടെ ഉമ്മാക്ക് പകരം വെക്കാനാവില്ല. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ തിരുപാദത്തിന് കീഴാണ് സ്വർഗമെന്ന് പ്രവാചക വചനം അതിന് മതിയായ തെളിവാണ്. മാത്രമല്ല, ഒരിക്കൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോട് വേണമെന്ന് സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ആദ്യം 3 പ്രാവശ്യവും നിന്റെ ഉമ്മയോട് 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 എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊഴിഞ്ഞത്. അത്രത്തോളം അവരോട് നാം കടപ്പെട്ടിരിക്കുന്നു. 10 മാസം നമ്മെ ചുമന്ന ദിനങ്ങൾ, പ്രസവത്തിന്റെ നൊമ്പര നിമിഷങ്ങൾ, ശേഷമുള്ള ക്ലേശകരമായ സന്ദർഭങ്ങൾ, അവരുടെ ക്ഷമയെ നമുക്ക് അളക്കാനാകുമോ? ഇല്ല, ഒരിക്കൽ നമുക്ക് നനക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ച ശേഷം നിങ്ങളെ മാതാപിതാക്കൾ കൂടി നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല, അവരോട് എന്ന ചെറുപുച്ച വാക്ക് പോലും അരുതെന്ന് ഖുർആൻ ഉദ്ഘോഷിച്ചു പഠിപ്പിച്ചു. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സഹനസ്യങ്ങളെയെല്ലാം ചവിട്ടിമറിച്ച് ഖുർആനികാധ്യാപനം തൃണവൽക്കരിച്ച് മുത്തുനബിയുടെ മൊഴിമുത്തിന്മേൽ കടാര വെച്ച് ഉമ്മമാരെ വീട്ടിന്റെ പടി കടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന അതിയതനീയ രംഗമാണ് ദൃശ്യശ്രാവ്യ സോഷ്യൽ വാർത്താ മീഡിയകളിലൂടെ നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമാവുമ്പോൾ മാതാവ് അവർക്ക് ഭാരമാവുന്ന പോലും. എല്ലാ പച്ചിലയും ഒരു ദിനം പഴുക്കുമെന്ന സത്യത്തെ ഇവർ അറിവോടെ നിഷേധിക്കുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് നമ്മുടെ നേട്ടങ്ങൾക്ക് മാത്രം കൂപ്പുകൂട്ടിയ സ്നേഹസ്വരൂപമായ ഉമ്മയെ ഏത് സമയത്തും കാലത്തും ശ്രമിക്കണമെന്നാണ് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ ഒരു സ്വഹാബി തിരുസന്നിധിയിൽ വന്നുകൊണ്ട് യുദ്ധാനുമതിക്കായി തേടുകയുണ്ടായി. തിരുദൂതർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ടോ? അതെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നാൽ അവരെ പരിചരിക്കുക, അതാണ് ജിഹാദിനേക്കാൾ യുദ്ധത്തിനേക്കാൾ മഹനീയം പുണ്യമുള്ളത്. നോക്കൂ, ഉമ്മമാരെ പരിചരിക്കേണ്ട ആവശ്യകതയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയതെന്ന്. അതുകൊണ്ട് അവരെ ആദരിക്കുകയും സേവിക്കുകയും അതുവഴി സ്വർഗീയ സുഖം സ്വായത്തമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന് തൗഫീഖ് നൽകട്ടെ. നാം എങ്ങനെയാണ് നമ്മുടെ ഉമ്മയോട് ചെയ്യുന്നത്, നമ്മുടെ മക്കൾ അതുപോലെ നമ്മോട് ചെയ്യും. ഉമ്മാക്ക് നന്മകൾ ചെയ്താ കൊടുത്താൽ, ഉമ്മാക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്താൽ, നമ്മുടെ മക്കൾ നമ്മോട് നന്മ കാണിക്കും, സ്നേഹം കാണിക്കും, നമ്മോട് സഹകരിക്കും. നമുക്ക് നമ്മുടെ സഹായ സഹകരണത്തിന് വേണ്ടി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.